2014 മോഡലാണ് വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 പുത്തൻ ടയർ, ബാക്കി വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വണ്ടി കുഴപ്പമില്ല ബ്രോ. ഒരു 250 ആണെങ്കിൽ നമുക്ക് എടുക്കാം. 2.5 മുതലാവില്ല, 2.25 നമുക്ക് കൊടുക്കുന്നുള്ളൂ. ബ്രോ ഇപ്പോൾ യൂസർ കാറിന് ഓൾറെഡി ഇത്ര ടാക്സോടെ വരുന്നുണ്ട്, നമുക്ക് 2.25 എടുത്ത് ഒരു രീതിയിൽ മുതലാവില്ല. 2.5 ഞാൻ എടുക്കാം. അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത്? അപ്പോൾ ഈ അടുത്തല്ലേ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ യൂസർ കാർസിനെല്ലാം 18% GST അടയ്ക്കണം എന്നുള്ളത്. ബ്രോ ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു പ്രൈവറ്റ് ഓണറുടെ കയ്യിൽ നിന്ന് ഒരു യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. ഈ നിയമം ശരിക്കും വരുന്നത് ഒരു ഡീലറുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും യൂസ്ഡ് കാർസിൻ്റെ GST കണക്കാക്കുന്നത് സെല്ലേഴ്സ് മാർജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ പർച്ചേസ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ ഇടയിലുള്ള പ്രോഫിറ്റിനാണ് നമ്മൾ GST അടയ്ക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 15 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം മേടിക്കുന്നു, ഒരു 3-4 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് വാഹനം വിൽക്കുവാണ്. അതൊരു ഇൻഡിവിജ്വലിനാണ് കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് ഇൻഡിവിജ്വലും നിങ്ങളും ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതേസമയം 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീലറാണ് മേടിക്കുന്നതെങ്കിൽ ഈ വണ്ടിയുടെ മുകളിൽ ഒരു 50,000 രൂപയുടെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 12 ലക്ഷം രൂപയ്ക്ക് വണ്ടി വീണ്ടും മറിച്ച് വയ്ക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഡീലർക്ക് ഉണ്ടാകുന്ന ഒരു 1.5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. ആ 1.5 ലക്ഷം രൂപ പ്രോഫിറ്റിലാണ് ഈ GST അടയ്ക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ 18% ടാക്സ് അടയ്ക്കണമെന്നാണ് പുതിയ ഗവൺമെൻറ് റൂൾ. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ നിന്ന് വാഹനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ടാക്സ് വരുന്നില്ല. അതേസമയം ഒരു ഡീലറുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്താണ് ഈ 18% ടാക്സ് വരുന്നത്. ബ്രോ അങ്ങനെയാണെങ്കിൽ 270 ഞാൻ വണ്ടി എടുക്കാം. ഓക്കെ ഡീൽ. ഡീൽ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായി ഫോളോവേഴ്സ്.